നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡാണ്. ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ HTML ഫോമിൽ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂ നമുക്കെങ്ങനെ ആക്സസ് ചെയ്ത് അത് PHP പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാം. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും അത് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിനും നമുക്ക് ആ ഒരു ഡാറ്റ ആ ഒരു വാല്യൂ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലേബൽ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തു, അതിൻ്റെ നെയിം എന്ന് കൊടുത്തു, ID നെയിം എന്ന് കൊടുത്തു. ശേഷം നമ്മൾ ഒരു സബ്മിറ്റ് ബട്ടണും കൊടുത്തു. സോ ആ രൂപത്തിൽ നമ്മൾ ഇവിടെ ഒരു ലേബൽ, അതുപോലെ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ്, അതുപോലെ ഒരു സബ്മിറ്റ് ബട്ടൺ മൂന്നും ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന പേര് നമ്മൾ എന്തെങ്കിലും ഒരു പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ PHPയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഫോം കൊടുക്കുന്ന സമയത്ത് ആദ്യമായി നമ്മളോട് ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ PHP ഫയൽ നെയിം കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഉപയോഗിക്കുന്ന PHP ഇപ്പോഴുള്ള ഫയൽ ഈ index.php എന്ന് പറയുന്ന ഫയലാണ്. സോ നമ്മൾ ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് index.php എന്ന് കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് മെത്തേഡാണ്. ഈ മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, മെത്തേഡ്. സോ നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് ഗെറ്റ് മെത്തേഡാണ്. സോ ഗെറ്റ് എന്ന് നമ്മളിതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നു, ഗെറ്റ് മെത്തേഡ് കൊടുക്കുന്നത് പോലെ. സോ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് മെത്തേഡ് ഇവിടെ കൊടുത്തത് കണ്ട് തന്നെ നമ്മൾ ഈ ഫോമിൽ ഉപയോഗിക്കേണ്ടത് ഗെറ്റ് മെത്തേഡാണ്. സോ ഞാനിവിടെ PHP എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നു. ആദ്യമായി ഞാനൊരു നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതുപോലെ $, ഒരു അണ്ടർസ്ക്വയർ, ഗെറ്റ് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ ഏതോ ഒരു ടെക്സ്റ്റ് ബോക്സിലാണോ നമ്മൾ നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. സോ ഞാനിവിടെ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് ഈ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സിലാണ്. സോ ഇൻപുട്ട് ടൈപ്പ് അതിൻ്റെ നെയിം എന്ന് പറയുന്നത് നെയിമാണ്. ആ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. നമ്മളിവിടെ കൊടുക്കുന്ന നെയിം, നമ്മൾ ഈ നെയിം എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുള്ള ഈ നെയിമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്ന PHPയിലെ വേരിയബിളിലോട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നെയിം സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. സോ എക്കോ യുവർ നെയിം ഈസ്, സോ നമ്മൾ കൊടുത്ത നെയിം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു, നെയിം എന്ന് കൊടുക്കുന്നു. സോ വളരെ ഈസി ആയി ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ ഗെറ്റ് മെത്തേഡ് കൊടുക്കുന്നു, ആക്ഷൻ നമ്മുടെ PHP ഫയൽ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ആ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് ബോക്സിനുള്ളിലുള്ള വാല്യൂ നമ്മൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിനി നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. സോ നമ്മളിവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. ജോൺ എന്ന് കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ നെയിം ഈസ് ജോൺ എന്ന് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത ജോൺ എന്ന വാല്യൂ നമ്മൾ ഈ PHPയിൽ ഇതുപോലെ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നു. സോ ഞാനിവിടെ അനിൽ എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യുവർ നെയിം ഈസ് അനിൽ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മുടെ ഫോമിലെ വാല്യൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പോസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. പോസ്റ്റ് മെത്തേഡ് നമ്മളിവിടെ ഗെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പോസ്റ്റ് എന്ന് കൊടുക്കുന്നു, അതുപോലെ ഈ ഒരു ഭാഗത്തും പോസ്റ്റ് എന്ന് കൊടുക്കുന്നു. പോസ്റ്റ് എന്ന് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. ജോൺ എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു. സോ യുവർ നെയിം ഈസ് ജോൺ എന്ന് ലഭിക്കുന്നു. അതുപോലെ അജിത്ത് എന്ന് കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. സോ യുവർ നെയിം ഈസ് അജിത്ത് എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇനി ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് നോക്കാം. മറ്റൊരു ഫീൽഡ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് യൂസർ നെയിം എന്ന് കൊടുക്കുന്നു, അതുപോലെ പാസ്വേഡ് എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ നെയിം നമ്മൾ പാസ് എന്ന് കൊടുക്കുന്നു, ID പാസ്, ലേബൽ ഫോർ പാസ്. സോ ഇനി നമ്മൾ വീണ്ടും ഇവിടെ ഗെറ്റ് എന്ന് തന്നെ ആക്കുന്നു. സോ നമുക്കത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. സോ ഞാനിവിടെ വീണ്ടും ഗെറ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നു. ശേഷം ഞാൻ നമ്മുടെ പേജ് ഇവിടെ റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു യൂസർ നെയിം അതുപോലെ പാസ്വേഡ് എന്ന് ലഭിക്കുന്നു. ഈ എക്കോ എന്നുള്ളത് ഞാനിവിടെ നിന്ന് മാറ്റിയതിന് ശേഷം യു ഹാവ് എൻറ്റേർഡ് യുവർ ഡീറ്റെയിൽസ് എന്ന് ഇതുപോലെ കൊടുക്കുന്നു. നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ്. സോ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെസ്സേജ് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് പാസ് എന്നുള്ളതിലോട്ട് നമ്മുടെ പാസ്വേഡും സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഗെറ്റ് പാസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഈ പാസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് നമ്മളിവിടെ ആദ്യമായി ജോൺ എന്ന് കൊടുക്കുന്നു. ശേഷം പാസ്വേഡ് ഞാൻ 1 2 3 4 എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ ഇൻപുട്ട് ടൈപ്പ് നമ്മളിവിടെ പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്, ടെക്സ്റ്റ് അല്ല. സോ ഞാനിവിടെ പാസ്വേഡ് എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ഈ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് ഇവിടെ കാണാൻ കഴിയില്ല. സോ സേവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു. സോ ഞാൻ ജോൺ എന്ന് കൊടുക്കുന്നു, അതുപോലെ പാസ്വേഡ് 1 2 3 4 5 എന്ന് കൊടുക്കുന്നു. സോ നമുക്കിവിടെ പാസ്വേഡ് കാണാൻ കഴിയില്ല. ഞാൻ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് യു ഹാവ് എൻ്റേർഡ് യുവർ ഡീറ്റെയിൽസ് എന്ന് ലഭിക്കുന്നു. ഇതാണ് നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തത്. സോ ഇനി നമ്മളിവിടെ ഈ ഒരു വിൻഡോയിൽ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ
നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ നെയിം ജോൺ നമ്മൾ ലഭിക്കുന്നു. പക്ഷേ നമ്മുടെ പാസ്വേഡും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ ഡാറ്റ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ സെക്യൂർ കണ്ടന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി പാസ്വേഡ് മുതലായവ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കരുത്. സോ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി വേണമെങ്കിൽ നമ്മൾ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കണം. ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാൻ മറ്റൊരു ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അനിൽ, അതുപോലെ പാസ്വേഡ് 654321 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം പാസ്വേഡ് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് URL നമുക്ക് പാസ്വേഡ് കാണാൻ കഴിയും. സോ നമ്മൾ ഏതൊരു സെക്യൂർ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഗെറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് URL കാണാൻ കഴിയും. സോ അതിന് പകരമായി നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ സെക്യൂർ കണ്ടൻ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പോസ്റ്റ് മെത്തേഡ് കൊടുക്കുക. പോസ്റ്റ് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ എല്ലാം സെക്യൂർ ആയിരിക്കും. സോ ഞാനിവിടെ പോസ്റ്റ് മെത്തേഡ് കൊടുക്കുന്നു എല്ലായിടത്തും. പോസ്റ്റ് മെത്തേഡ് ശേഷം സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുന്നു. ശേഷം ഞാനിവിടെ അനിൽ, അതുപോലെ പാസ്വേഡ് 12345 കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ജസ്റ്റ് index.php എന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ നമുക്കിവിടെ URL കാണാൻ സാധിക്കില്ല. സോ നമ്മൾ എന്തെങ്കിലും സെക്യൂർ ആയിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. മറ്റു ഒരുപാട് വ്യത്യാസങ്ങളുമുണ്ട്. സോ കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ് ആയിരിക്കും. പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. മറ്റൊരുപാട് ലിമിറ്റേഷൻ ഗെറ്റ് മെത്തേഡിനുണ്ട്, അതുപോലെ അഡ്വാൻറ്റേജും ഉണ്ട്. സാധാരണ നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് പോസ്റ്റ് മെത്തേഡാണ്.